സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ പിതാവും കഥകളി കലാകാരനുമായ ശ്രീ സുഗുണാനന്ദന്റെ സ്മരണാർത്ഥമുള്ള ഇടമണ്ണേൽ സുഗുണാനന്ദൻ കഥകളി പുരസ്കാരം പ്രമുഖ കഥകളി കലാകാരൻ ഫാക്ട് പത്മനാഭന് സമ്മാനിച്ചു. എറണാകുളം ബ്രഹ്മസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. അമ്മയുടെ പിതാവിന്റെ പേരിലുള്ള പുരസ്കാരം തന്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള പുരസ്കാരമാണെന്ന് മറുപടി പ്രസംഗത്തിൽ ഫാക്ട് പത്മനാഭൻ പറഞ്ഞു. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അഭിവന്ദ്യ പിതാവും കഥകളി കലാകാരനുമായ സുഗുണാനന്ദന്റെ സ്മരണാർത്ഥം 50,000 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരമാണ് പ്രമുഖ കഥകളി കലാകാരനായ ഫാക്ട് പത്മനാഭന് സമ്മാനിച്ചത്. കഥകളിയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. ഫാക്ട് പത്മനാഭന് ലഭിച്ച ഈ പുരസ്കാരം അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. സാധാരണ കലകൾ പോലെ അല്ല കഥകളി. ഏകാഗ്രതയില്ലാതെ പഠിക്കാൻ സാധിക്കാത്ത ഒരു കല. ഉപാസന മൂർത്തികളുടെ അനുഗ്രഹമില്ലാതെ ഇത് വഴങ്ങില്ല. അങ്ങനെയുള്ള ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം പഠിക്കാൻ സാധിക്കുന്ന ഒരു കലാകാരനാണ് അച്ഛനെന്ന് ലോകം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഏതായാലും അങ്ങനെയുള്ള സുഗുണച്ചന് അവതാരമൂർത്തിയായ അമ്മയെ തന്നെ മകളായി ലഭിച്ചു. അങ്ങനെയുള്ള അച്ഛൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫാക്ട് പത്മനാഭൻ ആശാന് കൊടുക്കേണ്ടത് അർഹതയുള്ളത് കൊണ്ട് തന്നെയാണ്. കഥകളിയെയും കഥകളി നടന്മാരെയും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും മാതാ അമൃതാനന്ദമയി മഠം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നതാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്ര നടനും മാധ്യമപ്രവർത്തകനുമായ VK ശ്രീരാമൻ പറഞ്ഞു. അനേക വർഷങ്ങളുടെ ഒരു പരിശീലനവും തപസ്യയും സബരിയും ഒക്കെയാണ് ആ ജീവിതം തന്നെ ഒരു തപസ്സാണ്. പത്മനാഭനാശനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരമ്പരയുടെ കണ്ണിയാണ്. ഇത്തരത്തിലുള്ള കലകൾ നിലനിർത്തേണ്ടത്, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കേരളത്തിൻ്റെതായിട്ടുള്ളൊരു കലയെ നിലനിർത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അദ്ദേഹം കഥകളി ഇഷ്ടപ്പെട്ട ആളാണ്, കഥകളി നടനായിരുന്നു, കഥകളിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് അറിയുമ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്തായാലും ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഥകളിയോടുള്ള ഒരു ആഭിമുഖ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ആശ്രമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ ഞാൻ സഹർഷം അഭിനന്ദിക്കുന്നു. പൂർവികന്മാരായുള്ള ഗുരുനാഥന്മാരുടെ വേഷങ്ങൾ കാണാനും അവർക്കൊപ്പം വേഷം കെട്ടാൻ കഴിഞ്ഞതുമാണ് ജീവിതത്തിലെ മഹാഭാഗ്യമെന്ന് ഫാക്ട് പത്മനാഭൻ പറഞ്ഞു. ഏതാണ്ട് 65-ാമത്തെ വർഷമാണ് കഥകളി ജീവിതം നയിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് പലരും പല പുരസ്കാരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപക്ഷെ അറിയില്ല, പലതും ഇനിയും കിട്ടിയേക്കാം. അത് മറ്റൊരു വിഷയം. അതിനേക്കാളൊക്കെ മൂല്യം കൽപ്പിക്കുന്നു ഈ നാമധേയത്തിലുള്ള പുരസ്കാരത്തിന്. സ്വാമി അനകാമൃതാനന്ദപുരി, അമൃത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ, ഡോക്ടർ ഗോപാൽ കെ നായർ, MRS മേനോൻ, ശശി കളരിയേൽ, ഡോക്ടർ ജഗ്ഗുസ്വാമി, സദനം വിജയൻ, ഹരിഹരൻ S. അയ്യർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.